ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ചാള ഉണക്കാൻ വയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത്രയും ഭാഗം ആദ്യം കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് തലയും കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള കുടലെല്ലാം എടുത്ത് കളയണം. ഇതിൻ്റെ പുറത്തുള്ള പിനാലെല്ലാം കത്തി കൊണ്ട് ചുരണ്ടി കളയണം. എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഞാനിത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പിട്ട് ഉണങ്ങാൻ വയ്ക്കാം. ഇനി ഇത് ഉപ്പിട്ട് വയ്ക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഹോൾസുള്ള പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഏത് വേണമെങ്കിലും എടുക്കാം. അലുമിനിയം പോയിട്ട് ബാക്കി ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ ഇതിൽ ഹോൾസ് ഇട്ടതാണ്. പപ്പടം കുത്തി ചൂടാക്കി ഇതിൽ കുത്തുമ്പോൾ ഹോൾസ് ആയിട്ട് വരും. ഇതേപോലെ ഹോൾസ് ഇട്ടെടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലും വയ്ക്കാം. സ്റ്റീമറിൽ അയല മീൻ ഉണക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. ഇന്നിപ്പോൾ ഇതിലാണ് വയ്ക്കുന്നത്. ഇത് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പാത്രം വേണം. എന്നിട്ട് അതിനകത്ത് ഇതേപോലെ ഇറക്കി വയ്ക്കണം. അപ്പോൾ മീനിൽ നിന്നുള്ള വെള്ളം ഈ പാത്രത്തിനകത്ത് വീഴും. എന്നിട്ട് ഉണങ്ങുന്നത് വരെ എല്ലാ ദിവസവും വെള്ളം എടുത്ത് കളയണം. വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വീണ്ടും വയ്ക്കണം. ഇത് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ 10-12 ദിവസം ആകുമ്പോൾ നല്ലതുപോലെ ഉണങ്ങും. വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് പൊടിയുപ്പ് ഉപയോഗിക്കാം. വെയിലത്ത് വയ്ക്കാതെ ഉണക്കുന്നതിന് കല്ലുപ്പാണ് ഉപയോഗിക്കാനുള്ളത്. അതിന് പൊടിയുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിൽ ഈ ഭാഗത്തും എല്ലാ ഭാഗത്തും ഉപ്പിടണം. ഇതേപോലെ എല്ലാത്തിലും ഉപ്പിടണം. ഇതേപോലെ ഉപ്പ് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തും കുറച്ച് ഉപ്പിടാം. ഇതേപോലെ എല്ലാത്തിലും ഉപ്പിട്ടെടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാത്തിലും ഉപ്പിട്ടു. ഇനി ഇതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ് അതുപോലെ എല്ലായിടത്തും ഇടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് മീൻ വയ്ക്കാം. മീൻ ഇതുപോലെ അടുക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഉപ്പിടണം. ഇതേപോലെ എത്ര ലെയർ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇത്രയും ഉപ്പിട്ടു. ഇനി ഇതിൻ്റെ പുറത്ത് മീൻ വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് വീണ്ടും ഉപ്പിടണം. അല്ല, മീൻ പുറത്ത് കാണാത്ത വിധത്തിൽ ഉപ്പിടണം. ഇനി ഇതിൻ്റെ പുറത്ത് വീണ്ടും മീൻ വയ്ക്കാം. അതുപോലെ എത്ര ലെയർ വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പിട്ട് വെച്ചു. മീൻ പുറത്ത് കാണാത്ത വിധത്തിൽ ഉപ്പിട്ടു. ഇതേപോലെ ഉപ്പിടണം. എന്നിട്ടൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കണം. അതുപോലെ അടച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ മീനിൽ നിന്ന് ഊറി ഇറങ്ങുന്ന വെള്ളം ഈ പാത്രത്തിൽ വീഴും. എന്നിട്ട് തന്നെ എല്ലാ ദിവസവും എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വയ്ക്കണം. ഇനി ഇതിനെ ഒരു കവർ കൊണ്ട് കെട്ടി വയ്ക്കാം. ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ലതുപോലെ കെട്ടി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഈച്ചയൊന്നും കയറില്ല. ഇപ്പോൾ ഇത് ഉപ്പിട്ട് വെച്ചിട്ട് ഒരു ദിവസമായി. ഇനി ഇതിനെ തുറന്ന് ഇതിലുള്ള വെള്ളം എടുത്ത് കളയാം.
ഇപ്പോൾ ഇത് ഉപ്പിട്ട് വച്ചതിനേക്കാളും കുറച്ചുകൂടി താഴ്ന്നു വന്നിട്ടുണ്ട്. മീനിൽ നിന്നും ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വയ്ക്കാം. ഇനി ഇതിൽ ഇറക്കി വെച്ച് വീണ്ടും അതേപോലെ കെട്ടി വയ്ക്കാം. 4-5 ദിവസമാകുമ്പോൾ ഇതിൽ വെള്ളം ഒട്ടും തന്നെ കാണില്ല. മീൻ ഏകദേശം ഉണങ്ങിത്തുടങ്ങും. 8-10 ദിവസമാകുമ്പോൾ മീൻ നല്ലതുപോലെ ഉണങ്ങും. വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞ് കഴുകി വയ്ക്കുന്നത് കൊണ്ട് ഇതിൽ സ്മെല്ലൊന്നും കാണില്ല. ഉണങ്ങിയ മീനിൻ്റെ നല്ലൊരു മണം വരും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഉപ്പ് തട്ടിക്കളഞ്ഞ് വേണമെങ്കിൽ ഒരു ദിവസം വെയിലത്ത് വയ്ക്കാം. വെയിലത്ത് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് നല്ലതുപോലെ കെട്ടി ബോട്ടിലിലോ പ്ലാസ്റ്റിക് ബക്കറ്റിലോ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിൽ നിന്നും 5-6 ഇട്ട് കറി വെച്ചാൽ മതി. വെജിറ്റബിൾസും കൂടി ഇട്ട് വയ്ക്കണം. അപ്പോൾ ഉപ്പ് വെജിറ്റബിൾസിൽ പിടിക്കും. തിളച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. അരമണിക്കൂർ ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഉപ്പെല്ലാം അലിഞ്ഞു പോകും. നല്ല മീൻ ധാരാളം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഉണക്കി വെച്ചിരുന്നാൽ മീനില്ലാത്ത സമയത്ത് എടുത്ത് കറി വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.